to our channel Infocity Edumedia. ഇന്ന് നമ്മൾ SLCയുടെ സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് അല്ലെ. ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ ഹീറ്റ് എനർജി തരുന്ന ഡിവൈസിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. അതിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ നമുക്ക് മാഗ്നറ്റിക് എനർജി തരും അല്ലെ. അപ്പം ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ മാഗ്നറ്റിൽ ഉണ്ടാകുന്ന എഫക്റ്റിനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അത് നമുക്ക് നോക്കാം. ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ട് ഒരു ബാർ മാഗ്നറ്റും ഉണ്ട്, ഒരു ഇലക്ട്രോ മാഗ്നറ്റും ഉണ്ട് അല്ലെ. ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ സാധാ ബാർ ഷേപ്പിൽ ഇരിക്കുന്ന ഒരു മാഗ്നറ്റ്. ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്, നമ്മുടെ സോളിനോയിഡ് ഉണ്ട്. സോളിനോയിഡിനകത്ത് ഒരു സോഫ്റ്റ് അയൺ കോർ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എന്തായിട്ട് ആക്ട് ചെയ്യും, ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും അല്ലെ. അപ്പൊ രണ്ടിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇവിടെ കാണാൻ സാധിക്കും. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്? The area, the region around the magnet is called magnetic field lines. ഒരു മാഗ്നറ്റിന് ചുറ്റുമുള്ള റീജിയനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് വിളിക്കുന്നത്. ഈ ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കാണാം, ഇലക്ട്രോ മാഗ്നറ്റിക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ എന്താണ്, രണ്ടും കാണാൻ എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് രണ്ടിന്റെയും കാണാൻ സിമിലർ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താണ്, the region around a magnet is called magnetic field lines. അപ്പൊ ബാർ മാഗ്നറ്റും ഉണ്ട്, നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റും ഉണ്ട്. ഈ രണ്ടിന്റെ ഫീൽഡ് ലൈൻസ് എന്താണ്, കാണാൻ സിമിലർ ആണ്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ ബാർ മാഗ്നറ്റ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റ്. എന്തൊക്കെ ഡിഫറൻസ് ആണ്? രണ്ടിന്റെയും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താണ്, കാണാൻ സിമിലർ ആണ്. ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആണ്, പെർമനന്റ് മാഗ്നറ്റിക് എഫക്റ്റ് ആണുള്ളത്. പക്ഷെ ഇലക്ട്രോ മാഗ്നറ്റിനോ ടെമ്പററി ആണ്, കുറച്ചു നേരം മാത്രമേ എന്ത് കാണത്തുള്ളൂ, മാഗ്നറ്റിക് എഫക്റ്റ് കാണത്തുള്ളൂ. അപ്പൊ ആ ഒരു ഡിഫറൻസ് നോട്ട് ചെയ്ത് വെക്കണം. എന്തൊക്കെയാണ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് രണ്ടിന്റെയും സിമിലർ ആണ്. പിന്നെ ഇതെന്താണ്, ഒരു പെർമനന്റ് മാഗ്നറ്റ് അറ്റാക്ക് ചെയ്യും, ഇതെങ്ങനെയാണ്, ഒരു ടെമ്പററി മാഗ്നറ്റ് ആണ്. നമ്മൾ അടുത്ത ഡിഫറൻസ് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എങ്ങനെയാണ് ഒരു മാഗ്നറ്റിന്റെ പോൾസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, എന്ത് വെച്ചിട്ടാണ്, ഒരു കോമ്പസ് നീഡിൽ വെച്ചിട്ടാണ് ഒരു മാഗ്നറ്റിന്റെ പോൾസ് നമ്മൾ. ഇപ്പൊ മാഗ്നറ്റിന് രണ്ട് പോളുണ്ട് അല്ലെ, നോർത്ത് പോളും ഉണ്ട്, സൗത്ത് പോളും ഉണ്ട്. അപ്പൊ മാഗ്നറ്റിന്റെ പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്, ഒരു കോമ്പസ് നീഡിൽ എന്ന് പറയുന്ന ഒരു ഡിവൈസ് വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിപ്പിച്ചു വിടുമ്പോൾ നമ്മുടെ ഡിവൈസിൽ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിപ്പിച്ചു വിടുമ്പോൾ അവിടെ എന്തുണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യും. അത് മാഗ്നറ്റിക് എഫക്റ്റ് അവിടെ എന്ത് ചെയ്യും, ഉണ്ടാവും. അത് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, ഒരു കോമ്പസ് നീഡിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടോ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തോ, അല്ലെങ്കിൽ ആ ഒരു മാഗ്നറ്റിന്റെ പോൾസ് നോർത്ത് പോൾ ആണോ സൗത്ത് പോൾ ആണോ നമുക്ക് എന്ത് വെച്ച് തിരിച്ചറിയാം, ഒരു കോമ്പസ് നീഡിൽ വെച്ചിട്ട് തിരിച്ചറിയാം. ആ ഒരു അടുത്തൊരു ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് കോമ്പസ് നീഡിൽ വെച്ച് മാഗ്നറ്റിന്റെ ദിശ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എവിടെ നിന്ന് എങ്ങോട്ടാണെന്നുള്ളത് നമുക്ക് ഒരു കോമ്പസ് നീഡിൽ വെച്ച് നമുക്ക് കണ്ടുപിടിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബാർ മാഗ്നറ്റ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റ്. ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സോളിനോയിഡിനകത്ത് നമ്മളൊരു സോഫ്റ്റ് അയൺ കോർ വെച്ച് എന്തായിട്ട് ആക്ട് ചെയ്യും, ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഡിഫറൻസ് അറിയാലോ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സിമിലർ ആണ്. പിന്നെ എന്തൊക്കെ പറയാം, നമുക്ക് രണ്ടിന്റെയും നമുക്ക് എന്തൊക്കെ പറയാം, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമുക്കിവിടെ സിമിലർ ആണെന്ന് പറയാൻ പറ്റും. പിന്നെ നമുക്ക് എന്തൊക്കെ പറയാം, ഇതൊരു പെർമനന്റ് മാഗ്നറ്റ് ആണ്, ഇതെന്താണ്, ഒരു ടെമ്പററി മാഗ്നറ്റ് ആണ്. അപ്പൊ നമുക്ക് അടുത്തൊരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം, എങ്ങനെ ഒരു മാഗ്നറ്റിന്റെ പോൾസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കുന്ന ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. അടുത്ത നമ്മള് ഇതുപോലൊരു സർക്യൂട്ട് അറേഞ്ച് ചെയ്യണം അല്ലെ. എങ്ങനെയാണ് നമ്മൾ ഇതുപോലൊരു സർക്യൂട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് ഇവിടെ താഴെ നമ്മൾ എന്ത് ചെയ്ത് വെക്കണം, ഒരു കോമ്പസ് നീഡിൽ നമ്മൾ വെച്ചു കൊടുക്കണം. എന്നിട്ട് ഈ സർക്യൂട്ടിൽ കൂടി നമ്മൾ എന്ത് ചെയ്യിപ്പിച്ചു വിടണം, കറണ്ട് പാസ് ചെയ്യിപ്പിച്ചു. ഇവിടെ കറണ്ട് ഫ്ലോ എ ടു ബി, കറണ്ട് ഇവിടെ ഫ്ലോ ചെയ്യുന്നത് എയിൽ നിന്നും ബിയിലോട്ടാണ്. കറണ്ട് ഫ്ലോ എയിൽ നിന്നും ബിയിലോട്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ഫ്ലോ എങ്ങനെയായിരിക്കും, ബി ടു എ ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ഈ ഒരു കോമ്പസ് നീഡിലിന്റെ നോർത്ത് പോൾ എങ്ങോട്ട് മൂവ് ചെയ്യും, നമുക്ക് ഫിഗറിൽ കാണാൻ പറ്റുന്നുണ്ട്. നോർത്ത് പോൾ ടുവേർഡ്സ് വെസ്റ്റ്, വെസ്റ്റിലോട്ടാണ് എന്ത് മൂവ് ചെയ്യുന്നത്, നോർത്ത് പോൾ മൂവ് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം എന്താണ്, മോഷൻ ഓഫ് നോർത്ത് പോൾ എങ്ങോട്ടാണ്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെ. ഇങ്ങനെ വരുമ്പോ എങ്ങനെയാണ്, ഇങ്ങനെ പോകുമ്പോ എങ്ങനെയാണ്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, കറണ്ട് എ ടു ബി ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഈ കോമ്പസ് നീഡിലിന്റെ നോർത്ത് പോൾ എങ്ങോട്ട് മൂവ് ചെയ്യും, വെസ്റ്റ് സൈഡിലോട്ടാണ് മൂവ് ചെയ്യുന്നത്, അതായത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഇനി അടുത്ത ഫിഗർ നോക്കാം. അടുത്ത ഫിഗർ എങ്ങനെയാണ്, കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇവിടെ ബി ടു എ ആണ് അല്ലെ. ഇവിടെ ബി ടു എ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ഫ്ലോ എങ്ങനെയായിരിക്കും,
A to B ആയിരിക്കും. അതുപോലെ തന്നെ ആ കോമ്പസ് നീഡിലിന്റെ നോർത്ത് പോൾ എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്? ടുവേർഡ്സ് ഈസ്റ്റ്, താഴോട്ട്. അത് ഇങ്ങനെ ക്ലോക്ക് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് അതുപോലെ. അപ്പം രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് A to B ആണെങ്കിൽ മാഗ്നറ്റിക് കോമ്പസിന്റെ നോർത്ത് പോൾ ടുവേർഡ്സ് വെസ്റ്റ്, അതായത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യും. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് B to A ആണെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ടുവേർഡ്സ് ഈസ്റ്റ്, അതായത് ആ കോമ്പസ് നീഡിലിന്റെ നോർത്ത് പോൾ എങ്ങോട്ട് മൂവ് ചെയ്യും? ടുവേർഡ്സ് ഈസ്റ്റ്, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അപ്പം ഈ ഒരു ഫിഗറിൽ ആ കണ്ടക്ടറിന്റെ താഴെയായിട്ടാണ് എന്ത് വെച്ചേക്കുന്നത്? മാഗ്നറ്റിക് കോമ്പസ്, അതായത് കോമ്പസ് നീഡിൽ വെച്ചേക്കുന്നത്. ഇനി അടുത്തൊരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം. അടുത്ത നെക്സ്റ്റ് നോക്കിയാൽ ആ ഒരു കണ്ടക്ടറിന്റെ മുകളിലായിട്ട് നമ്മൾ വെച്ചു കൊടുക്കുക കോമ്പസ് നീഡിൽ. അപ്പൊ എങ്ങനെയാണ് ആ നോർത്ത് പോൾ എങ്ങോട്ട് പോകും നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഈ ഫിഗറിൽ നോക്കിയാൽ നമ്മൾ ആ മാഗ്നറ്റിക് കോമ്പസ് മാഗ്നറ്റിക് നീഡിൽ എടുത്ത് ആ കണ്ടക്ടറിന്റെ മുകളിൽ വെച്ചു കൊടുത്തു. കണ്ടക്ടറിന്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ കറണ്ട് ഫസ്റ്റ് ഫിഗറിൽ പോകുന്നത് കറണ്ട് ഇവിടെ കാസിപ്പിച്ച് പോകുമ്പോൾ കറണ്ട് A to B ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? A to B ഫ്ലോ ചെയ്യുമ്പോൾ A to B ആണ് ഫ്ലോ ചെയ്യുന്നെങ്കിൽ ആ ഒരു കോമ്പസ് നീഡിലിന്റെ എന്താണ് നോർത്ത് പോൾ എങ്ങനെ മൂവ് ചെയ്യും? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, മറ്റേതിന്റെ നേരെ ഓപ്പോസിറ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അടുത്ത ഫിഗർ നോക്കാം. ഇവിടെ എങ്ങനെയാണ് നമ്മുടെ നീഡില് മുകളിൽ വെച്ചേക്കുവാണ്, എബവ് ദി കണ്ടക്ടർ അല്ലെ, കണ്ടക്ടറിന്റെ മുകളിൽ വെച്ചേക്കുവാണ് നീഡില്. അപ്പൊ എങ്ങോട്ട് മൂവ് ചെയ്യും? നീഡിൽ എങ്ങോട്ട് മൂവ് ചെയ്യും? നീഡിൽ എങ്ങനെയാ മൂവ് ചെയ്യാൻ പോകുന്നത്? നോർത്ത് പോൾ. ആ ഒരു നീഡിലിന്റെ മോഷൻ എങ്ങനെ ആയിരിക്കും? തിരിച്ച് എങ്ങനെയായിരിക്കും വരുന്നത്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും വരും. അപ്പൊ നിങ്ങൾ ഈ രണ്ട് കേസും പഠിക്കണം. നീഡില് കണ്ടക്ടറിന്റെ താഴെ വെച്ചിട്ടുള്ള രണ്ട് കേസ് എങ്ങനെയാണ്? A to B ഫ്ലോ ചെയ്യുന്നത്, B to A ഫ്ലോ ചെയ്യും. അതുപോലെ തന്നെ ആ മാഗ്നറ്റിക് നീഡില് കണ്ടക്ടറിന്റെ മുകളിൽ വെച്ചിട്ട് A to B ഫ്ലോ ചെയ്യുന്നത്, B to A ഫ്ലോ ചെയ്യുന്നത് എന്ത് ചെയ്യണം? പഠിക്കണം. എന്തുകൊണ്ടാണ് ഇതിനകത്തൊരു മാഗ്നറ്റിക് എഫക്ട്? ഈ ഒരു കോമ്പസ് നീഡിൽ മൂവ് ചെയ്യുന്നു പറഞ്ഞാൽ അർത്ഥം എന്താണ്? അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്രിയേറ്റ് ചെയ്തു. അതവിടെ മാഗ്നറ്റിക് എനർജി അവിടെ എന്ത് ചെയ്തു? ക്രിയേറ്റ് ചെയ്തു. അപ്പൊ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു കണ്ടക്ടറിൽ കൂടി നമ്മൾ എന്ത് പാസ് ചെയ്തു? ഒരു കണ്ടക്ടറിൽ കൂടി നമ്മൾ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യിപ്പിച്ചു വിട്ടാൽ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, അത് മാഗ്നറ്റിക് എഫക്ട് അവിടെ എന്ത് ചെയ്യും? ഉണ്ടാവും. ആ ഒരു കാര്യം മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ്, ഈ ഒരു ആക്ടിവിറ്റി എന്ത് ചെയ്ത് നോക്കി. അപ്പൊ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു കണ്ടക്ടറിൽ കൂടി ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്ത് പോയാൽ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് എഫക്ട് അവിടെ എന്ത് ചെയ്യും? ഉണ്ടാവും. അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. ഡസ് ദി ഡിഫ്ലക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി ഡയറക്ഷൻ ഓഫ് കറന്റ്? ഇപ്പം ഈ ഒരു കണ്ടക്ടറിന്റെ ഒരു മാഗ്നറ്റിക് നീഡിൽ ഇവിടെ മൂവ് ചെയ്യും അല്ലെ, ആ മാഗ്നറ്റിക് നീഡിൽ മൂവ് ചെയ്തപ്പോൾ ആ ഒരു അതിന്റെ ഒരു മോഷൻ മാഗ്നറ്റിക് നീഡിൽ ഇവിടെ മൂവ് ചെയ്യിപ്പിച്ചു അല്ലെ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലൊക്കെ മൂവ് ചെയ്യും. അത് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? യെസ്, കറണ്ടിന്റെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യും. കറണ്ട് A to B ആയിരുന്നപ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ആയിരുന്നു ഫസ്റ്റ് കേസിൽ, പിന്നെ ക്ലോക്ക് വൈസ് ആയി. അപ്പം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? കറണ്ടിന്റെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യും. കറണ്ടിന്റെ ഡയറക്ഷൻ അനുസരിച്ചാണ് എന്തിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരു കണ്ടക്ടറിന് അക്രോസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് അടുത്തൊരു എക്സ്പെരിമെന്റ് നോക്കാം. നമ്മൾ ഈ ഒരു അറേഞ്ച്മെന്റ് കണ്ടോ? അപ്പൊ ഒരു കണ്ടക്ടർ ഈ ഒരു കാർഡ്ബോർഡിനകത്ത് എക്സ് എന്ന് പറഞ്ഞ കണ്ടക്ടറും വരേണ്ട കണ്ടക്ടർ ഈ കാർഡ്ബോർഡിനകത്ത് നമ്മൾ വെർട്ടിക്കലായിട്ട് ഇൻസേർട്ട് ചെയ്തു അല്ലെ. എന്നിട്ട് നമ്മൾ ഒരു ബാറ്ററി വെച്ചിട്ട് ഈ ഒരു അറേഞ്ച്മെന്റ് നമ്മൾ സെറ്റ് ചെയ്യണം. ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് ഒരു കണ്ടക്ടർ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് കൂടി ബാറ്ററി ഉണ്ട് കറണ്ട് പാസ് ചെയ്യിപ്പിച്ചു വിടണം. അപ്പം ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെ ആയിരിക്കും നമുക്ക് നോക്കാം. അടുത്ത ഫിഗർ നോക്കിയാൽ ഇതുപോലെ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. കണ്ടോ? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ കോമ്പസ് നീഡിൽ വെച്ചിട്ടാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എല്ലാം ചെക്ക് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഒരു കാർഡ്ബോർഡിനകത്ത് നമ്മൾ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് നമ്മൾ ഒരു കാർഡ്ബോർഡിനകത്ത് കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നതും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പൊ ഇതിന്റെ ഈ ഒരു നമ്മൾ കറണ്ട് A to B നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ കറണ്ട് പാസ് ചെയ്യിപ്പിച്ച് വിട്ടപ്പോൾ നമുക്ക് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇവിടെ എന്ത് ചെയ്തത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത. ഇത് പറയാനായിട്ട് നമ്മളൊരു ലോ പറയുന്നുണ്ട്. ആ ലോയുടെ പേരാണ് റൈറ്റ് ഹാൻഡ് തംബ് റൂൾ. എന്ത് ലോ ആണ് പറയുന്നത്? റൈറ്റ് ഹാൻഡ് തംബ് റൂൾ. റൈറ്റ് ഹാൻഡ് തംബ് റൂൾ എന്താണെന്ന് പറയാം. ഇമാജിൻ എന്താണ്? നിങ്ങൾ ഇമാജിൻ ചെയ്യണം, നിങ്ങളുടെ കയ്യിൽ ഒരു കണ്ടക്ടർ നിങ്ങൾ ഇങ്ങനെ വെച്ചേക്കുവാണ്. ഇതാണ് റൈറ്റ്, നമ്മുടെ തമ്പാണ്. ഇങ്ങനെ നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കണം നമ്മുടെ കയ്യിൽ. അപ്പം ഈ തമ്പ് എങ്ങോട്ടാണ്? തമ്പിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അതായിരിക്കും നമ്മുടെ ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്ന് പറയുന്നത്. ബാക്കിയുള്ള നോക്കിയേ, ബാക്കിയുള്ള നമ്മുടെ ഈ 4 ഫിംഗേഴ്സ് ഇങ്ങനെ ഇൻസർക്കിൾ ചെയ്തിരിക്കുകയാണ്. ഈ 4 ഫിംഗേഴ്സിന്റെ ഡയറക്ഷനിലോട്ടായിരിക്കും എന്ത് വരുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇങ്ങനെ ആയിരിക്കും. തിരിച്ച് നമ്മൾ ഇങ്ങനെയാണ് പിടിക്കുന്നത്. നമ്മുടെ കണ്ടക്ടർ നമ്മൾ ഇങ്ങനെയാണ്, കണ്ടക്ടറിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ കറണ്ട് ഫ്ലോ ഈ തമ്പ് എങ്ങനെയാണ്? അപ്പൊ തമ്പ് എന്താണ്? തമ്പ് എങ്ങോട്ടാണ്? ആ ദിശയിലോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? കറണ്ട് പാസ് ചെയ്യിപ്പിച്ചു പോകുന്നത്. നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഡയറക്ഷൻ എങ്ങനെയായിരിക്കും?
ഇങ്ങോട്ടായിരിക്കും വരിക. അതാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പറയുന്നത്. ഇമാജിൻ യു ആർ ഹോൾഡിംഗ് എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഇൻ യുവർ ഹാൻഡ്. അപ്പൊ നമ്മൾ ഇമാജിൻ ചെയ്യണം, നിങ്ങളുടെ കയ്യിൽ ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഉണ്ടെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ തമ്പ് റെപ്രസെന്റ് ദി ഡയറക്ഷൻ ഓഫ് കറന്റ്. തമ്പ് എന്ത് റെപ്രസെന്റ് ചെയ്യും? കറന്റിന്റെ ഡയറക്ഷനും. അതുപോലെ തന്നെ ബാക്കിയുള്ള 4 ഫിംഗേഴ്സ്, ഈ 4 ഫിംഗേഴ്സ് ആണ് എന്ത് തരുന്നത്? ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. നമുക്ക് ഈ ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും. എന്താണ്? നമ്മൾ കണ്ടക്ടർ നമ്മൾ വെർട്ടിക്കലായിട്ട് വെച്ചേക്കുവാണ്. അപ്പൊ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് കറന്റ് ആണ് വരുന്നത്. ഇത് 4 ഫിംഗേഴ്സ് എൻസർക്കിൾ ചെയ്യുന്ന എന്താണ്? ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ അതുപോലെ തന്നെ പഠിക്കുക. ആ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. എന്താണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പ്രസ്താവിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് അല്ലേ. ഇമാജിൻ യു ആർ ഹോൾഡിംഗ് എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ വിത്ത് ദ റൈറ്റ് ഹാൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് തം പോയിന്റ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി കറന്റ്. നിങ്ങൾ ഇമാജിൻ ചെയ്യണം, നിങ്ങളുടെ കയ്യിൽ ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ നിങ്ങളുടെ റൈറ്റ് ഹാൻഡിൽ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണെന്ന്, ആ ഫിഗറിൽ കാണുന്ന പോലെ. അപ്പോൾ തമ്പ് എന്ത് പോയിന്റ് ചെയ്യും? തം പോയിന്റ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് current. The direction in which other fingers encircle the conductor gives the direction of magnetic field. ബാക്കിയുള്ള 4 ഫിംഗേഴ്സും എന്തിന് ഡയറക്ഷൻ തരും? ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പ്രസ്താവിച്ചത് ആരാണ്? ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സാമിനായിട്ട് എല്ലാവരും ഈ സ്റ്റേറ്റ്മെൻറ്റ് ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. തമ്പ് സ്റ്റേറ്റ്മെന്റ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കലും. അപ്പോൾ ഇനി കാണുമ്പോഴേക്കും ബൈ ബൈ.